ഹലോ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പപ്പയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് നേരത്തെ കൊടുത്തു കേട്ടോ. സർപ്രൈസ് ആക്കി വെച്ച ഗിഫ്റ്റ് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ സർപ്രൈസ് ഒളിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സർപ്രൈസ് നേരത്തെ കൊടുത്തു. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ആലുവയിലേക്ക് എത്തിയിട്ടോ. ജോബിൻ ചേട്ടനാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പപ്പയ്ക്ക് മറ്റൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ബ്രേസ്ലെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ റിങ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചെറിയ ചെറിയ കളക്ഷൻസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ബാംഗിൾസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. ഫൈനലി നമ്മൾ ആ റിങ്ങൊക്കെ എടുത്തു, ബില്ല് ചെയ്തു. അതിനിടയിൽ നമ്മൾ താഴേക്ക് പോവാണ് കേട്ടോ. വീഡിയോസിൽ കാണുന്ന പോലെ അത്ര വലിയ ഷോപ്പ് അല്ലെങ്കിലും എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജെൻസിൻ്റെ കളക്ഷൻസ് കുറവാണ്, ലേഡീസിനാണ് മെയിനായിട്ടുള്ളത്. ബർത്ത്ഡേ അന്ന് ജോബി ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആമുട്ടനും ജോബി ചേട്ടനും കൂടി 2 ദിവസം മുമ്പ് തന്നെ സർപ്രൈസ് കൊടുത്തു പപ്പയ്ക്ക് റിംഗ് ആണല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പാകാവുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ കറക്റ്റ് പക്കയായിരുന്നു. ആൾ നേരിട്ട് പോയി എടുത്ത് ഇത്രയ്ക്ക് പക്ക കിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലത്തെ കറക്റ്റ് പെർഫെക്ഷനിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് നമ്മുടെ പാരൻസിന് കൊടുക്കുകയാണെങ്കിലും വീട്ടിൽ ഓരോ ചെറിയ ഫംഗ്ഷനാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു മെമ്മറി ഹാപ്പിനെസ്സും ആണല്ലേ. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷവും ആ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇതിനെ കളയണം. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ പരിപാടിയും ഞാൻ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളതുപോലെയാണോ? അപ്പോൾ അത്രയുള്ളൂ.